ഈ ഒരു സ്പോട്ട് കണ്ടിട്ട് മനസ്സിലാകാത്തൊരു വടകരക്കാരും കോഴിക്കോട് ജില്ലയിലുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കയറുമ്പോൾ തന്നെ ഇതേപോലെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ സാൻഡ് ബാങ്ക്സിലേക്ക് കയറേണ്ടത്. ഈ സാൻഡ് ബാങ്ക്സ് ഇത്ര സെറ്റപ്പ് ആയെന്ന് ഞാൻ ശരിക്കും ആലോചിക്കുന്നത്. പിന്നെ ഞാൻ ഓർത്തെ ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലെ സാൻഡ് ബാങ്ക്സ് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് കഴിക്കാൻ അവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. നല്ല എരിവും പുളിയുള്ള ഉപ്പിലിട്ടത് അവിടെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, പാക്കറ്റാക്കി അതും കഴിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടെ പാനിപ്പൂരി വിൽക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾ വിൽക്കുന്ന പാനിപ്പൂരി എങ്ങനെയുണ്ടെന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ട് ഫുഡെന്ന്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളെ കൊണ്ട് വരുന്നവർക്ക് ഒന്നും പേടിക്കാനില്ല. അവിടെ അത്രയിലും കളിക്കാൻ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഏത് ഉച്ച സമയത്ത് വന്നാലും പാർക്കിൻ്റെ ഉള്ളിൽ നല്ല തണലാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ടൈമിലും അവിടെ വരാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് മെഷീൻസ് അവിടെ ഉണ്ട്. താറാവുണ്ട്, ഊഞ്ഞാലുണ്ട്, സീസോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. ഇവിടെ ഇതുവരെ വരാത്ത കോഴിക്കോട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും വരണം. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് വടകര സാൻഡ് ബാങ്ക്സ് ആണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ.